അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നിരവധി ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസുലാക്കി നൽകട്ടെ. രോഗികളായ ആളുകൾക്ക് പൂർണ്ണ ശിഫാഇനെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് വിശ്വാസികളായ അള്ളാഹുവിൻ്റെ അടിമകൾക്കെല്ലാം ഇരുലോക വിജയത്തിന് പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ദീൻ എന്നതുകൊണ്ട് താല്പര്യപ്പെടുന്നത് എന്താണ്? അള്ളാഹു ഈ ഭൂമിയിൽ അവൻ്റെ അടിമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളാണ് അവൻ്റെ ദീൻ. മാ ശറഅഹുല്ലാഹു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ നിശ്ചയിച്ചിട്ടുള്ള നിയമമാണത്. അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങൾ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാവുക? അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, അതല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമ്പിയാക്കളുടെ പിന്മുറക്കാരായ പണ്ഡിതന്മാരിലൂടെയാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിൻ്റെയും വഹയിൻ്റെയും സന്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് ദീനായി അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നത്. ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അന്ത്യനാൾ വരെ ഈ ഭൂമിയിൽ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും വഴിതെറ്റാതെ സഞ്ചരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് സമ്പൂർണമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ദീൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇനിയും ഈ ഭൂമിയിൽ അതനുസരിച്ച് ആളുകൾക്ക് ജീവിക്കാൻ കഴിയണമെന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇനി ഒരു വഹിയുമായിട്ട് ജിബ്രീൽ വരില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഇനി പുതിയ ശരീഅത്ത് അവതരിക്കപ്പെടില്ല. 1500 കൊല്ലമായി ഒരേ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ചരിത്രത്തിൽ നിരന്തരം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കാലക്രമേണ നിങ്ങൾ താമസിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ പ്രദേശങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ നടപ്പുരീതികൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നും വ്യതിചരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകിയത്. നിങ്ങൾ നിങ്ങളുടെ സച്ചരിതരായ മുൻഗാമികളുടെ വഴി അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെയാണ് സമ്മാനിക്കുന്നത്. ഈ സ്വഹാബത്തിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അവർക്ക് ശേഷം വന്ന താബിഉകൾ ജീവിച്ചത് മുഴുവനും സ്വഹാബത്തിന്റെ ജീവിതം കണ്ടുകൊണ്ടാണ്, അവരുടെ ദീൻ അനുസരിച്ചാണ്. താബിഉകൾക്ക് ശേഷം പിൽക്കാലത്തുള്ള തബഉ താബിഉകൾ ജീവിക്കുന്നത് താബിഈങ്ങളായ പണ്ഡിതന്മാരുടെ ഉലമാഇന്റെ ജീവിതം കണ്ടുകൊണ്ടാണ്. പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് അക്ഷരങ്ങളിലൂടെ എഴുതപ്പെട്ട സമാഹാരമല്ല. അത് ആത്മീയതയിൽ അധിഷ്ഠിതമായ ജീവിത പദ്ധതിയാണ്. അത് വാക്കുകളിൽ നിന്ന് കിട്ടില്ല, അക്ഷരങ്ങളിൽ നിന്ന് കിട്ടില്ല, ആശയങ്ങളിൽ നിന്ന് ലഭിക്കില്ല. അത് അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രകാശം സ്വീകരിച്ച വ്യക്തികളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് ദിവസവും ദുആ ചെയ്യാൻ പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റുജുവായ വഴിയിലൂടെ എന്നെ വഴി നടത്തണേ. ഏതാണ് ആ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ വഴിയിലൂടെ എന്നെ സഞ്ചരിപ്പിക്കണേ എന്നാണ്. വ്യക്തികളുടെ വഴികളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ സ്വതന്ത്രമായി ഗവേഷണം നടത്താൻ നമ്മളെ നിയോഗിക്കപ്പെട്ടിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണ് നമ്മളോട് ഖുർആൻ പറഞ്ഞത്? വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വഴി അറിയുന്നില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുക. അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, അവന്റെ പ്രവാചകരെ വഴിപ്പെടണം. അതോടൊപ്പം തന്നെ കൈകാര്യകർത്തൃക്കളായ മുജ്തഹിദുകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഈ ലോകത്ത് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലകളായി വർത്തിക്കുന്ന പണ്ഡിതന്മാർ, മുജ്തഹിദുകളായ ഇമാമുമാർ, അവര് പറയുന്നത് സ്വീകരിക്കണമെന്ന് കൂടി ഖുർആനിന്റെ അധ്യാപനം ഉണ്ടാവുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വകൂനൂ മഅസ്സാദിഖീൻ. ജീവിതത്തിൽ സത്യസാക്ഷികളായി മാറിയവരോട് കൂടെ നിങ്ങൾ ജീവിക്കണമെന്ന്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ ഇതൊക്കെയാണ് വഴിയുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇക്കാലമത്രയുമുള്ള പരിശുദ്ധ ദീനിന്റെ കൈമാറ്റ ശൃംഖലയിൽ നിന്ന് ആ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി പോലും മുറിഞ്ഞു പോകാത്ത ദീൻ ഉള്ളവരാണ് യഥാർത്ഥ ദീനിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും കാലങ്ങൾക്കനുസരിച്ച്, രാജ്യങ്ങൾക്കനുസരിച്ച്, കാലഭേദങ്ങൾക്കനുസരിച്ച് കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ദീൻ. ഞാൻ കണ്ട ഇസ്ലാം അങ്ങനെയാണ്, അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. ഞാൻ മനസ്സിലാക്കിയ ദീൻ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ദീനില്ല. ഞാൻ മനസ്സിലാക്കിയതിനും അപ്പുറത്ത്, ഞാൻ കണ്ടതിനും അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതചര്യകളെ അനുധാവനം ചെയ്ത ആ താവഴിയിലൂടെ കടന്നു വന്ന അയിമ്മത്ത് എന്തു പഠിപ്പിച്ചോ അതായിരിക്കണം ദീൻ. എന്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്, എന്റെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്, സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്, കാലത്തിന്റെ പരിമിതിയുണ്ട്, എന്റെ സാഹചര്യങ്ങളുടെ പരിമിതിയുണ്ട്. ആ പരിമിതികളൊന്നുമില്ലാതെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പരിശുദ്ധ ദീനിനെ സ്വീകരിക്കുവാൻ അനുവദിക്കപ്പെട്ട അമ്പിയാക്കളിലൂടെ, ആ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ദീനിന്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്. പരമ്പരകളിലൂടെയാണ് ദീനിന്റെ കൈമാറ്റം ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ്? ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. ഈ പരമ്പരയില്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് പറയും. ആ പരമ്പരയാണ് പ്രധാനം. കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. അവരെല്ലാം കൃത്യമായ ഗുരുപരമ്പരകളിലൂടെ ദീനിനെ സ്വീകരിച്ചവരാണ്. കേരളത്തിന്റെ ദീനി പാരമ്പര്യം എത്ര മനോഹരമാണ്. മഹാന്മാരായ മഖ്ദൂമി പണ്ഡിതന്മാരിലേക്ക് ചെന്നെത്തുന്ന ഗുരുപരമ്പരയാണ് കേരളത്തിലുള്ളത്, അഹ്ലുസുന്നയുടെ ഉസ്താദുമാർക്കുള്ളത്. മഖ്ദൂമി പണ്ഡിതന്മാർ ഹറം ഷരീഫിൽ ദീന് പഠിച്ചവരാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ദീന് പഠിച്ചവരാണ്. അവരുടെ ഗുരുപരമ്പര ചെന്നുമുട്ടുന്നത് ഈജിപ്തിലാണ്, സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിലാണ്. ഷാഫിഈ ഇമാമിന്റെ ഖബറിന്റെ തൊട്ടടുത്താണ് അവർ വിശ്രമിക്കുന്നത്. സക്കരിയ അൻസ്വാരി തങ്ങള് ഷാഫിഈ മദ്ഹബിലെ ശൈഖുൽ ഇസ്ലാമാണ്. അവരുടെ ഗുരുപരമ്പര ചെന്നുമുട്ടുന്നത് ഷാഫിഈ ഇമാമിലാണ്. ഷാഫിഈ ഇമാമോ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ ദീനിനെ സ്വീകരിച്ച മഹാനരാണ്, ലോകത്ത് തർക്കമില്ലാത്തവരാണ്. ആ ഗുരുപരമ്പര ചെന്നുമുട്ടുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നിസ്സംശയം പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ പണ്ഡിതന്റെയും ഗുരുപരമ്പരയിലെ 47ാമത്തെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ഗുരുപരമ്പര അവകാശപ്പെടാൻ കഴിയാത്തവർക്ക് പരിശുദ്ധ ദീനിന്റെ ആധികാരികതയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ ബിദ്അഈ കക്ഷികളെ നിങ്ങൾ എടുത്തു നോക്കുക. ഈ ഗുരുപരമ്പരയെ നിഷേധിച്ചവരാണ്, ഈ പാരമ്പര്യത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞവരാണ്, ഈ പാരമ്പര്യത്തിന്റെ ഒന്നാമത്തെ കണ്ണിയായ സ്വഹാബികൾ ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞവരാണ്. എല്ലാ ബിദ്അഈ കക്ഷികളും അങ്ങനെയാണ്. അവരവർക്ക് തോന്നുന്നതിന് മുഴുവൻ ഇസ്ലാമായി അവതരിപ്പിക്കുക എന്ന ഗുരുതരമായ പ്രത്യാഘാതമാണ് ബിദ്അഈ കക്ഷികൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ബിദ്അഈ കക്ഷികൾ ഉടലെടുക്കുന്നത്? ലോകം ഇങ്ങനെ വികസിക്കുകയാണ്, ശാസ്ത്രീയമായി സാങ്കേതികമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും ആധുനികതയുടെയും ഒക്കെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ അളന്നെടുക്കണമെന്ന് ചിലർ പറയുന്നത്, ആലോചിക്കുന്നത്.
ഇസ്ലാമിലുള്ള അതിശയങ്ങളായ കഥകളില്ലായിരുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ മുഅ്ജിസത്തുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ കൂടുതൽ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ബിദ്അഇകൾ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഅ്ജിസത്തുകളെ തള്ളിക്കളയുന്നു. ഇന്ന് എവിടെ എത്തിയെന്നറിയോ? പരിശുദ്ധ ഇസ്ലാമിൽ സർവാംഗീകൃതമായി അംഗീകരിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളെയാണ് കേരളത്തിലെ ബിദ്അഈ സമൂഹങ്ങളിൽ നിന്നും വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. സംസം വെള്ളത്തിന് ബർക്കത്തില്ല എന്ന് മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചവരാണ് കേരളത്തിലെ ബിദ്അഈ കക്ഷികളിൽ പലരും. സംസം വെള്ളത്തിന് ബർക്കത്തില്ല, ഖബറിൽ ശിക്ഷയുണ്ടാകില്ല എന്ന് പറഞ്ഞു. വിചാരണക്ക് മുമ്പ് ഖബറിൽ നടക്കുന്ന ശിക്ഷ ലോക്കപ്പ് മർദ്ദനം പോലെയാണെന്ന് പരിഹസിച്ചു അവർ. പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ മുഅ്ജിസത്തുകൾ പറയുന്നുണ്ട്. ആ മുഅ്ജിസത്തുകളെ മുഴുവനും തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിലടിച്ചപ്പോൾ കടൽ രണ്ടു ഭാഗത്തേക്ക് പിളർന്നുകൊണ്ട് അവിടെ ഒരു വഴിയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേലിയിറക്കത്തിന്റെ സമയം നോക്കി വടികുത്തി നടന്നുപോയി എന്നാണ്. ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുക. അബാബീൽ പക്ഷികളുടെ കൊക്കിൽ നിന്നും വീണ മണിക്കല്ലുകൾ കൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പട ചത്തുപോയി എന്നത് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അടക്കം രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് ചെറിയ മണിക്കല്ലുകൾ കൊണ്ട് ആന ചത്തു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം വരില്ല, അതൊരു ബാക്ടീരിയയാണ് എന്ന് അതിനെ ദുർവ്യാഖ്യാനിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നംലത്ത് സംസാരിച്ചു, ഉറുമ്പ് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉറുമ്പ് വർത്തമാനം പറഞ്ഞു എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകില്ല. പിന്നെ എന്താ സംഭവിച്ചത്? സുലൈമാൻ നബിയോട് നംലത്ത് എന്ന ഗോത്രത്തിലെ രാജ്ഞി സംസാരിച്ചു എന്ന്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ആധികാരികമായ മുഅ്ജിസത്തുകളെ മുഴുവനും തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിസ്കാരം 3 ഉള്ളൂ എന്ന് പറയുന്ന മതവിരുദ്ധവാദത്തിന്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ പിറവിയെടുത്തത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഹദീസ് നിഷേധങ്ങൾ ഉണ്ടായത്. ഹദീസുകൾ രേഖപ്പെടുത്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ കള്ളന്മാരാണ് എന്ന് പരസ്യമായി മലയാളത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത്. അതിന്റെ പിന്തുടർച്ചക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതിന്റെ ഒടുവിൽ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട്ട് കേട്ടത്. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള, മുസ്ലിം ലോകം തർക്കമില്ലാതെ അംഗീകരിച്ച ഹദീസുകൾ തങ്ങളുടെ ബുദ്ധിക്കും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത കാലത്തോളം തള്ളപ്പെടേണ്ടതാണ് എന്ന് ഒരു പണ്ഡിത സംഘടനയുടെ വേദിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി പ്രസംഗിക്കപ്പെടുന്നു. എന്തൊരു ഗുരുതരമാണിത്! കേരളം പോലെയുള്ള കൂടുതൽ ആളുകളും സാധാരണക്കാരായി തിങ്ങി ജീവിക്കുന്ന വിശ്വാസികൾക്കിടയിൽ അവരുടെ വിശ്വാസത്തിലേക്ക് മായം ചേർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പണ്ഡിത സഭയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറയുന്നു, സ്വഹീഹുൽ ബുഖാരി അടക്കം രേഖപ്പെടുത്തിയ ഹദീസുകളെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാതെ സ്വീകരിക്കില്ല എന്ന്. ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ അറിയാത്തത് കൊണ്ടല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? യുഅ്മിനൂന ബിൽ ഗൈബ്. നിങ്ങളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അദൃശ്യങ്ങളെ വിശ്വസിക്കലാണ് ഇസ്ലാം. ഈമാൻ അങ്ങനെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഖുർആനെ പരിചയപ്പെടുത്തിയിട്ട് യുദില്ലു ബിഹി കസീറ. ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ വഴിവടച്ചു പോകുമെന്നാണ് ഖുർആൻ ആദ്യം പറയുന്നത്. പിന്നെയാണ് പറഞ്ഞത് കുറെ ആളുകൾ അതുകൊണ്ട് നേർമാർഗത്തിലേക്ക് എത്തും. അവനവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടെത്താൻ കഴിയുന്നതാണോ ഇത്? എവിടെ എത്തി കേരളത്തിന്റെ ബിദ്അഈ കക്ഷികളുടെ വാദം? എന്തുകൊണ്ടാണ് ഈ അപകടത്തിലേക്ക് എത്തുന്നത്? കേരളത്തിൽ നിലവിലുള്ള ബിദ്അഈ കക്ഷികൾക്കിടയിലുള്ള തർക്കങ്ങൾ എന്താണ്? ഒരേ കക്ഷിത്വത്തിൽപ്പെട്ട ആളുകൾ, ഒരേ സംഘടനയിൽപ്പെട്ട ആളുകൾ, ഒരു കൂട്ടർ പറയുന്നു സിഹിറുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാകും. അതേ സംഘടനയിൽ ഒരുമിച്ചിരിക്കുന്ന മറ്റേയാൾ പറയുന്നു സിഹിറുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാകില്ല. ഈമാനും കുഫറും വേർതിരിയുന്ന ഈ മാനദണ്ഡങ്ങളിൽ പോലും തീരുമാനമാകാൻ കഴിയാതെ പോകുന്നു എന്നത് ഈ സമൂഹത്തോട് കാണിക്കുന്ന ആദർശപരമായ വഞ്ചനയാണ്. ഒരു 100 കൊല്ലത്തിനിടയ്ക്ക് എത്ര തവണയാണ് തൗഹീദും ശിർക്കും മാറിമറിയുന്നത്, ഈമാനും കുഫറും മാറിമറിയുന്നത്? എന്തൊരു അപകടമാണ്! സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ഇസ്ലാമിനെയും വിശ്വാസത്തിനെയും കയ്യിലിട്ട് അമ്മാനമാടി കളിക്കുന്ന ഇത്തരത്തിലുള്ള കപട പണ്ഡിതന്മാരോട് നമുക്കൊരിക്കലും ചേർന്നിരിക്കാൻ കഴിയില്ല. അകലം പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ബിദ്അത്തിന്റെ കക്ഷികളുമായി സഹകരിച്ചാൽ, അവരോട് സഹവാസം, അവരെ സഹായിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നവനാണ്. നമ്മുടെ ഇമാമുമാർ നേരത്തെ പറഞ്ഞു വെച്ചതാണ്, ഒരിക്കലും അവരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട സാത്വികരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇവിടെ ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ട്. സ്വാലിഹീങ്ങൾ കലിമ ചൊല്ലി മരിച്ചു പോകുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വഴിയിൽ നിൽക്കുക, ഈമാന് സംരക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേരളത്തിൽ നിരന്തരമായി പലയിടത്തും ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിരോധം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ 8-ാം തീയതി മറ്റന്നാൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ആദർശ സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ മഹലിൽ നിന്ന് അതിലേക്ക് വാഹനം പോകുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ പരമാവധി അതിൽ പങ്കെടുക്കണം. 926 മുതൽ ഇത്തരത്തിലുള്ള ബഹുജന സമ്മേളനങ്ങളിലൂടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഈമാനും അമലും അവരുടെ സംരക്ഷിക്കുന്നതിന് വേണ്ട ആത്മവിശ്വാസങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഉലമാക്കൾ പകർന്നു നൽകിയത്. അതിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരമാവധി ആളുകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനമുള്ളവരെ, നമ്മുടെ മദ്രസയിൽ മാസാന്തം നടക്കുന്ന സ്വലാത്ത് ഇന്ന് മഗ്രിബിന് ശേഷം മദ്രസയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആദരണീയരായ സയ്യിദ് ASK തങ്ങളവർകളാണ് സ്വലാത്തിന് ദുആക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കട്ടെ.